കാലങ്ങളായിട്ട് ഇവിടെ വന്ന് ശബരിപീഠത്തിലാണ് ഈ ശരം കുത്തുന്നത്. ഇവിടെ പണ്ടൊട്ടുള്ള ഒരു നേർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ വെടിവഴിപാടും തേങ്ങ ഉടച്ച് ശരം കുത്തി പോവുകയായിരുന്നു. അതായത് ഇവിടുത്തെ വഴിപാട്. ആരെങ്കിലും ഒരാൾ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വരുന്നവർ അവർക്ക് അറിയില്ല ഇതിൻ്റെ ഐതിഹ്യം എന്താണോ, എന്ത് കാര്യം കൊണ്ടാണ് ഈ കുത്തുന്നതെന്നൊന്നും അറിയത്തില്ല. ഒരാൾ കുത്തുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കുന്നവരോട് പറയും മേളിലാണ് ശരം കുത്തിയുടെ ആല് നിൽക്കുന്ന വലത്തെ സൈഡിലാണ്, നമ്മുടെ വരിയുടെ വലത്തെ സൈഡിലാണ് ആല് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയും, നമ്മളോട് ചോദിക്കുന്നത്. ചിലവരോട് നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് കെറുവാ ഇതാണ് പറയും. ആചാരപരമായി ശരം കുത്തേണ്ടത് ഇവിടെയാണ്. ഇതാണ് ശരംകുത്തി ആല്. എന്നാൽ കൂടുതൽ ഭക്തരും ശരംകുത്തി എന്ന് തെറ്റിദ്ധരിച്ച് ശരം കുത്തുന്നത് ശബരിപീഠത്തിലാണ്. ശരംകുത്തി ആൽത്തറയ്ക്ക് തൊട്ടടുത്തുള്ള കാണിക്ക മണ്ഡപത്തിലും ചിലർ തെറ്റിദ്ധരിച്ച് ശരം കുത്തുന്നുണ്ട്. മലകയറ്റത്തിൽ ഐതിഹ്യപ്പെരുമ ഏറെയുള്ള സ്ഥലമാണ് ശരംകുത്തി. കാട്ടുകൊള്ളക്കാരൻ ഉദയനന്റെ മറവപ്പടയെ തോൽപ്പിച്ചെത്തിയ അയ്യപ്പനും സംഘവും കൈവശമുള്ള ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലം. കന്നി അയ്യപ്പന്മാർ ശരക്കോൽ സമർപ്പിക്കേണ്ടത് ഇവിടെ. ഭക്തർ ശരക്കോൽ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നതും കാണാം. നിരവധി ഭക്തർ ശബരിപീഠത്തിൽ തെറ്റായി ശരം സമർപ്പിച്ചിരിക്കുന്നത് കാണാം. ശബരിപീഠത്തിലാണ് ശരം സമർപ്പിക്കേണ്ടത് എന്ന് തെറ്റിദ്ധരിച്ചും ഇതാണ് ശരം കുത്തിയെന്ന് ചിന്തിച്ചുമാണ് ഭക്തർ ശബരിപീഠത്തിൽ തെറ്റായി ശരം സമർപ്പിക്കുന്നത്. ശബരിപീഠത്തിൽ മാത്രമല്ല, ശരം കുത്തിയാലിന് സമീപമുള്ള കാണിക്കവഞ്ചിയിലും ഭക്തർ തെറ്റായി ശരം കുത്തുന്നുണ്ട്. ശരം കുത്തിയാണെന്ന് തെറ്റിദ്ധരിച്ച് ശബരിപീഠത്തിൽ ഭക്തർ ശരം കുത്തിയിരിക്കുന്ന കാഴ്ചയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. സന്നിധാനത്തെ ആചാരപരമായ സവിശേഷതയുള്ള സ്ഥലങ്ങൾ, ആചാരങ്ങൾ ഇത് സംബന്ധിച്ച് വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിച്ചാൽ ഭക്തർക്ക് ഇത്തരത്തിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനാകും. ഇത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്.